ഹലോ, നമസ്കാരം. ഫേസ്ബുക്കിൽ ലൈവ് കാണുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. നമ്മുടെ മാനത്തോങ്ങലം ചീറ്റമണ്ണ റോഡിൻ്റെ ഒരു ദയനീയ അവസ്ഥയാണ് ഈ കാണുന്നത്. എത്രയോ മുനിസിപ്പാലിറ്റിയിൽ മെമ്പർമാരും അതേമാതിരി വാർഡ് മെമ്പർമാരൊക്കെ ഉണ്ട്. പക്ഷേ ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട അവഹേളനങ്ങൾ എത്രയെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വണ്ടി പോകുന്ന ഒരു ബൈക്ക് പോകാൻ തന്നെ എത്രയോ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു റോഡാണ് ഈ ചീറ്റമണ്ണ നമ്മളെ റെയിലിൻ്റെ അങ്ങോട്ട് പോകുന്ന റോഡ്, ചാത്തൂർക്കുണ്ട് ഭാഗത്തേക്ക് പോകുന്നത്. മൊത്തം റോഡും കുണ്ടും കുഴിയും. എവിടെ കുണ്ടുണ്ടെന്ന് വെച്ചാൽ എവിടെയും കുണ്ടില്ലാതില്ല. അപ്പോൾ നമ്മളെ ഈ റോഡിന് ഈ ചീറ്റമണ്ണ ഈ റോഡ് ഭാഗത്തുള്ള കൗൺസിലർമാർ എത്രയും ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥകൾ പരിഹരിക്കാൻ എല്ലാവരും മുന്നിട്ടണം. അതായത് നമ്മുടെ നാട്ടിൽ വികസനങ്ങൾ പെരുമഴയായി പെയ്യും എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ അധികാരത്തേറിയ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ ഒന്ന് കാണണം. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആരാണെങ്കിലും നമ്മുടെ ഈ നാട്ടിലെ ഈ റോഡിൻ്റെ അവസ്ഥയ്ക്ക് ഒന്ന് പരിഹരിച്ച് കൊടുക്കണം. ഇവിടെ അൽഷിബൻ്റെ പ്രസിഡൻ്റ് കോംപ്ലക്സ് ഉണ്ട്. അതേമാതിരി പല ഭാഗങ്ങളിൽ താമസക്കാർ, ഒരുപാട് ആൾക്കാർ യാത്രാമധ്യേ വെറും കുണ്ടും കുഴിയും ബൈക്കൊക്കെ പോകുമ്പോൾ കുണ്ടിൽ ചാടിയിട്ട് ഈ റോഡിലൂടെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ തോണിയുമായിട്ട് പോകേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഈ റോഡിൽ പോകുമ്പോൾ ഈ റോഡിൻ്റെ കുണ്ടും കുഴിയും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടപ്പോൾ നമ്മൾ പെരുമാറുന്നത്. അപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ ചാനൽ കാണുന്ന ആളോട് പറയണം, ഈ റോഡിൻ്റെ ഒരവസ്ഥ നിങ്ങളെ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് ഈ റോഡും നേരാക്കാൻ വാർഡ് മെമ്പറോട് ഒന്ന് പറ്റുകയും ചെയ്യാം. ജനങ്ങൾ ജയിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞാൽ മെമ്പറായി പിന്നെ യാതൊരു ഉത്തരവാദിത്തമില്ലാത്ത മെമ്പർമാരോട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള പണിക്ക് നിൽക്കുകയില്ല. റോഡ് നേരാക്കാൻ വയ്യാത്ത മെമ്പർമാരാണെങ്കിൽ പോലെ അതിന് പണിക്ക് നിൽക്കരുതെന്ന് അറിയിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ വികസനങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ നടക്കണം. അതിൻ്റെ ഒരു മുന്നോടി എന്നുള്ള നിലയ്ക്ക് ഈ റോഡിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മുടെ നാട്ടിലത്തെ അധികാരപ്പെട്ട ആൾക്കാർ എത്രയും പെട്ടെന്ന് ഈ റോഡ് നേരാക്കാൻ ചീറ്റമണ്ണ ചാത്തൂർക്കുണ്ട് ഭാഗത്തേക്ക് പോകുന്ന ഈ റോഡ് എത്രയും പെട്ടെന്ന് നേരാക്കാൻ ഒരു പരിപാടി എത്രയും പെട്ടെന്ന് ആരംഭിക്കുക. ഈ ബൈക്കിൽ തന്നെ ഇതിലൂടെ പോകാൻ പാടില്ല. പിന്നെ മറ്റുള്ള വാഹനങ്ങൾക്ക് ഒരവസ്ഥ എന്തായിരിക്കും എന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. എവിടെ നോക്കിയാലും റോഡ് കുണ്ടും കുഴിയും. മഴ ഇല്ലെങ്കിൽ ചെയ്യാം, മഴ പെയ്തിട്ട് കഴിഞ്ഞാൽ ചെയ്യാം എന്നൊരവസ്ഥ പറയും. പക്ഷേ പിന്നെ മഴയായാലും മഞ്ഞായാലും എപ്പോൾ നോക്കിയാലും റോഡുകളെ ബുദ്ധിമുട്ട് നമുക്കെല്ലാവരും കണ്ടറിയുന്ന പ്രശ്നം. ഇത് എത്രയും പെട്ടെന്ന് നമ്മൾ റോഡ് നേരാക്കാൻ പരിപാടി ചെയ്യണം എന്ന് അറിയിക്കണം. മുനിസിപ്പാലിറ്റിക്ക് നമ്മുടെ ഭരണാധികാരികളോട് എത്രയും പെട്ടെന്ന് അറിയിക്കണം.